കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് കുരു പൊട്ടുന്ന പുതിയ ഒരു ഒരു കാര്യം കൂടി പുറത്തു വന്നിട്ടുണ്ട്. അത് എന്തുകൊണ്ടോ എങ്ങനെയോ ദിവ്യ എസ് അയ്യർ IAS ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ഭാര്യയായിപ്പോയി. അത് കാരണം കോൺഗ്രസ്സുകാർ വിഷമിക്കുന്ന ഓരോരോ സാഹചര്യങ്ങൾ നമ്മളൊന്ന് ആലോചിക്കുക. കുരു പൊട്ടുക എന്ന് പറയും. കുരു പൊട്ടാൻ ഡോക്ടർ ദിവ്യ എസ് അയ്യർ IAS പുതിയൊരു കാര്യം കൂടി ഇപ്പം ഇറക്കിയിട്ടുണ്ട്. പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് മുദ്ര എന്ന് പറയുന്ന ഒരു ഗാനം റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണ്. കവിയും അറിയപ്പെടുന്ന കവിയും ഇപ്പോഴത്തെ സർക്കാരുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആളുമായ മുരുകൻ കാട്ടാക്കടയും ദിവ്യ എസ് അയ്യരും ചേർന്ന് പാടുന്ന ഒരു ഡ്യുവറ്റ് എന്ന് പറയുന്നത് യുഗ്മ ഗാനം എന്ന് പറയുന്ന മലയാളത്തിൽ പറയുന്ന ഒരു റെക്കോർഡിങ്ങിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് പുതിയ പുലിവാൽ ആയി കഴിഞ്ഞു. ഇവിടെ കോൺഗ്രസ്സുകാർക്ക് വീണ്ടും കുരു പൊട്ടുന്നു. ദിവ്യ എസ് അയ്യർ ഒരു സർക്കാർ ഉദ്യോഗസ്ഥയാണ്, IAS ഉദ്യോഗസ്ഥയാണ്. സർക്കാരിൻ്റെ നടപടികളെ കാര്യങ്ങളെ പിന്തുണയ്ക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടി വരുന്ന ഒരു ഉദ്യോഗസ്ഥയാണ്. അപ്പോൾ സർക്കാരിന് 4ാം വാർഷികം, പിണറായി സർക്കാരിന് 4ാം വാർഷികം സംബന്ധിച്ച് 2ാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികം അവരൊരു വീഡിയോ മുരുകൻ കാട്ടാക്കടയും ചേർന്ന് ഇറക്കി. അതിൻ്റെ റെക്കോർഡിംഗ് വിഷ്വൽസാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അപ്പം അതിൽ പറയുന്നത് ഒരു കവിത, അത് മനോഹരമായിട്ട് ദിവ്യ എസ് അയ്യരും പാടും, മുരുകൻ കാട്ടാക്കടയും പാടും. അതിലെ വരികൾ ഇങ്ങനെയാണ്: പരസ്പരം ചിരിക്കണം, വിളക്കുകൾ കൊളുത്തണം, വെറുപ്പുകൾക്ക് മേൽ പ്രകാശനാളമാകണം. പരസ്പരം ചിരിക്കണം, വിളക്കുകൾ കൊളുത്തണം, വെറുപ്പുകൾക്ക് മേൽ പ്രകാശനാളമാകണം. ഇതാണ് അതിൻ്റെ പൊരുൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ പേരിൽ ഇനി ശബരിനാഥൻ അനുഭവിക്കാൻ പോകുന്ന കോൺഗ്രസ്സിലെ ഈ കുരു പൊട്ടുന്നവരുടെ മുമ്പിൽ അനുഭവിക്കാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ ആലോചിച്ചു പോകുന്നുണ്ട്. KS ശബരിനാഥൻ കേരളം കണ്ട കോൺഗ്രസ് നേതാക്കളിൽ ഏറ്റവും മാന്യനായ ഒരു മനുഷ്യന്റെ മകനാണ്. ജീവിച്ചിരുന്നെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇപ്പോഴും തലയെടുപ്പോടെ നിൽക്കേണ്ടിയിരുന്ന ഒരാളായിരുന്നു G. കാർത്തികേയൻ. പാർട്ടിക്ക് അതീതമായി എല്ലാവരുടെയും സ്നേഹം പിടിച്ചു പറ്റിയ ഒരാളായിരുന്നു G. കാർത്തികേയൻ. അകാല മരണം. അങ്ങനെ അവിടെ ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. അരുവിക്കര ശബരിനാഥൻ്റെ അവിടെ മകൻ മത്സരിക്കുന്നു. അയാൾ നല്ല ഒന്നാന്തരം ജോലി വിട്ടിട്ട് അദ്ദേഹം വന്നിട്ട് ഇവിടെ മത്സരിക്കുന്നു. അത് കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനം. അദ്ദേഹം ആദ്യ തെരഞ്ഞെടുപ്പ് ജയിക്കുന്നു. പിന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെട്ടു. ഇപ്പോൾ ദിവ്യ എസ് അയ്യരെ അദ്ദേഹം കല്യാണം കഴിച്ചു, വിവാഹം കഴിച്ചു. അവരിഷ്ടപ്പെട്ട് നടന്ന കല്യാണം. അവരൊരു IAS ഉദ്യോഗസ്ഥയായതിൻ്റെ പേരിൽ അവർ എടുക്കുന്ന നിലപാടുകളിൽ അവരിപ്പോൾ വിസിലിൻ്റെ MD ആണ്, വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ MD ആണ്. അവർ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ശബരിനാഥനെ വേട്ടയാടുന്ന ഒരു കോൺഗ്രസിലെ രാഷ്ട്രീയമുണ്ടല്ലോ. അത് എന്ത് രാഷ്ട്രീയമാണത്? പക്ഷെ അവർക്കൊരു കൂസലുമില്ല. കാരണം അവരും ദിവ്യ എസ് അയ്യരും ഭർത്താവ് ശബരിനാഥനും തമ്മിൽ അവരുടെ ഒരു കെമിസ്ട്രി ഉണ്ട്. ഭാര്യ സർക്കാർ ഉദ്യോഗസ്ഥ IASകാരി, ഭർത്താവ് ഇപ്പം മുഴുവൻ സമയ രാഷ്ട്രീയക്കാരൻ. അവർക്കൊരു സ്വതന്ത്ര ലോകമുണ്ട് രണ്ടുപേർക്കും അവരുടെ ജോലിയുടെ ഭാഗമായിട്ട്. ഒരാൾക്ക് രാഷ്ട്രീയം, പ്രൊഫഷണലായിട്ട് രാഷ്ട്രീയം, ഒരാൾക്ക് IAS പദവി. അപ്പോൾ അതായിട്ട് കാണാൻ ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് സാധിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ അടുത്ത കുരു പൊട്ടിക്കഴിഞ്ഞു. ദിവ്യ എസ് അയ്യർ എന്തുകൊണ്ട് മുരുകൻ കാട്ടാക്കടയായിട്ട് ചേർന്നിട്ട് പിണറായി സർക്കാർ 4ാം വാർഷികത്തിന് ആൽബം ഇറക്കി? അങ്ങനെയാണല്ലോ പറയുക, ആൽബം റെക്കോർഡ് ചെയ്തു. എന്തിന്? ഇതാണ് അടുത്ത കുരു പൊട്ടിയിരിക്കുകയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ, സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണിത്. അതുകൊണ്ടാണ് ആ വീഡിയോയുടെ ആ ഇമേജ് ഞങ്ങൾ ഇവിടെ കാണിക്കുന്നത്. അവരൊരു വലിയ കലാകാരി കൂടിയാണ്. അവർ മനോഹരമായിട്ട് പാടും, മനോഹരമായിട്ട് പ്രസംഗിക്കും. അവരുടെ കഴിവുകൾ അവരുടെ ജോലിക്കിടയിലും ഔദ്യോഗിക ജീവിതത്തിനിടയിലും അവർക്ക് കാണിക്കാൻ കിട്ടുന്ന കാര്യങ്ങളിൽ
റൂൾ പ്രകാരം അവർക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ അവർ ചെയ്യുന്നതിന് എന്താ ഇത്ര വിരോധം? എന്താ ഇത്ര കുരു പൊട്ടുന്ന എന്തിനാണ് കോൺഗ്രസ്സുകാർക്ക്? ഇനി ഇതുകൊണ്ട് സംഭവിക്കാവുന്നത് ശബരിനാഥന്റെ രാഷ്ട്രീയ ഭാവിയെ ഇത് ബാധിക്കും എന്നായിരിക്കും കോൺഗ്രസ്സുകാർ ഇപ്പൊ നോക്കുകയായിരിക്കും. ശബരിനാഥന് എന്തുകൊണ്ട് ഭാര്യയെ നിയന്ത്രിച്ചുകൂടാ? ഭാര്യയെ നിയന്ത്രിക്കുന്ന ഭർത്താവിന് ഓശാരമാടുന്ന ഭാര്യയുടെ ഒക്കെ കാലം കഴിഞ്ഞുപോയി. ഇന്നത്തെ കാലം അതൊന്നുമല്ല. ഓരോരുത്തരും ഓരോരോ വ്യക്തികളാണ്. അവരവർക്ക് അവരുടെ അനുശാസിക്കുന്ന കാര്യങ്ങൾ സ്വാതന്ത്ര്യബോധത്തോടെ ചെയ്യാൻ അവർക്ക് അവകാശമുണ്ട്. അവർക്ക് അതിനുള്ള സൗകര്യം വേണം, സാഹചര്യം വേണം. ഭാര്യയും ഭർത്താവുമായി കഴിഞ്ഞാൽ പിന്നെ ഭർത്താവ് പറയുന്നതെല്ലാം ഭാര്യ കേൾക്കണം, അല്ലെ ഭാര്യ പറയുന്നത് ഭർത്താവ് കേൾക്കണം എന്നൊക്കെ പറയുന്ന കാലം കഴിഞ്ഞു പോയി. അത് ഇതുവരെയും കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാവുന്നില്ല. ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് അവർക്കിങ്ങനെ കുരു പൊട്ടി വരികയാണ്. അതിനകത്ത് ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് വിസിൽ MD, വിഴിഞ്ഞം തുറമുഖത്തിന്റെ MD ദിവ്യസ് അയ്യരുടെ ഈ ആൽബം എന്ന് പറയുന്നത്. നിങ്ങൾക്കിനിയും കുരു പൊട്ടട്ടെ, നിങ്ങൾക്കിനിയും കുരു പൊട്ടി കുറച്ചുകൂടെ വിവരം ഉണ്ടാവട്ടെ എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാറുള്ളൂ.